everyone, welcome back to Salem Learning. It's me, Muhammad Shafiq BK, your chemistry teacher. മക്കളെ നിങ്ങൾക്ക് ഈ വരുന്ന തിങ്കളാഴ്ച അതായത് മറ്റന്നാൾ നിങ്ങൾക്ക് രണ്ട് പരീക്ഷകൾ ഒരുമിച്ച് വരികയാണ്. അതായത് കെമിസ്ട്രി പ്ലസ് ഫിസിക്സ്. ഓക്കെ, ഇങ്ങനെ രണ്ട് പരീക്ഷകൾ വരുന്നു. ആ രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ്, ഒരുപാട് പഠിക്കാനുള്ള സബ്ജക്റ്റുകളാണ് എന്നുള്ള ആശങ്ക നിങ്ങൾക്കുണ്ട്. യെസ്, നമ്മളുടെ കഴിഞ്ഞ ലൈവുകളൊക്കെ കണ്ട കുട്ടികൾക്ക് അറിയാം, നമ്മൾ വളരെ ഡീറ്റെയിൽ ആയി തന്നെ നിങ്ങൾക്ക് എല്ലാ കൺസെപ്റ്റുകളും പറഞ്ഞു തന്നിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ആവശ്യം ഈ കൺസെപ്റ്റുകൾ വെച്ച് മാറിയ പുതിയ പാറ്റേൺ അനുസരിച്ച് ചോദ്യങ്ങൾ വരുമ്പോൾ അതെങ്ങനെ നേരിടണമെന്ന് നിങ്ങൾക്ക് അറിയിക്കലാണ്. ഒപ്പം എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വരിക എന്നുള്ള ആ ഒരു ആശങ്കയുമായി നിങ്ങൾക്കുണ്ടാവുക. ആശങ്കയെല്ലാം തീർക്കാൻ യെസ്, നിങ്ങൾ നമ്മളുടെ മെഗാ മാരത്തോണിലേക്ക് നിങ്ങൾ വരണം. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കും. ഒരുപക്ഷെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ നിങ്ങളുടെ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ നിർബന്ധമായും നിങ്ങളൊരു കാര്യം പറയും, ഇന്നലെയുള്ള മെഗാ മാരത്തോൺ കണ്ടതുകൊണ്ട് ഞങ്ങൾക്ക് എക്സാം പെട്ടെന്ന് എഴുതി തീർക്കാൻ പറ്റി, പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റി എന്ന് നിങ്ങൾ ഷുവർ ഞങ്ങൾ കഴിഞ്ഞ വർഷങ്ങളായിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വെൽക്കം ടു അവർ മെഗാ മാരത്തോൺ. ഇത് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് വളരെ ക്വിക്കായി പെട്ടെന്ന് തന്നെ പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ചാപ്റ്ററിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം പീരിയോഡിക് ടേബിൾ തന്നെയാണ്. ഈ പീരിയോഡിക് ടേബിളിനെ നമുക്ക് ഒരൊറ്റ ക്വിക്ക് റിവിഷൻ നടത്തിക്കൊണ്ട് പോകാം. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. നോക്കണം മക്കളെ, പീരിയോഡിക് ടേബിളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, പീരിയോഡിക് ടേബിളിൽ ആധുനിക പീരിയോഡിക് ടേബിൾ അഥവാ നമ്മളുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ കണ്ടെത്തിയത് ആരാ? ഹെൻറി മോസ്ലിയാണ്. ദെൻ പീരിയോഡിക് ടേബിളിൽ കുത്തനെയുള്ള കോളങ്ങളെ ഗ്രൂപ്പുകളെന്നും വിലങ്ങനെയുള്ള നിരകളെ പീരീഡുകളെന്നും വിളിക്കുന്നു. ആധുനിക പീരിയോഡിക് ടേബിൾ, മോഡേൺ പീരിയോഡിക് ടേബിളിൽ 18 ഗ്രൂപ്പുകളും 7 പീരീഡുകളുമാണുള്ളത്. അതിനെ നമ്മൾ ഭാഗങ്ങളാക്കി തിരിക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കും. ഇവിടെ ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം ഗ്രൂപ്പ് 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താണ്? അതിനൊരൊറ്റ പേരേ ഉള്ളൂ. എന്താ മക്കളെ? മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ് എന്ന് ഇംഗ്ലീഷിലും മെയിൻ ഗ്രൂപ്പുകൾ എന്ന് ഇംഗ്ലീഷിലും, അതായത് പ്രധാന ഗ്രൂപ്പുകൾ എന്ന് മലയാളത്തിലും പറയുന്നു. പ്രധാന ഗ്രൂപ്പുകൾ എന്ന് മലയാളത്തിലും പറയുന്നു. ഇനി അവരുടെ പ്രത്യേകത എന്താ? അവർ ഗ്രൂപ്പുകളിൽ സമാന സ്വഭാവങ്ങൾ കാണിക്കുന്ന ആളുകളാണ്. അവരിൽ ലോഹങ്ങളുണ്ട്, അലോഹങ്ങളുണ്ട്, ഉപലോഹങ്ങളുണ്ട്, മെറ്റൽസ്, നോൺ മെറ്റൽസ്, മെറ്റലോയിഡ്സ് ഉണ്ട്. മെറ്റലോയിഡ്സ് എന്താണെന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഉപലോഹങ്ങൾ എന്ന് പറഞ്ഞാൽ ലോഹത്തിൻ്റെ സ്വഭാവം അലോഹത്തിൻ്റെ സ്വഭാവം കാണിക്കുന്നവരാണ് ഉപലോഹങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ മക്കൾക്ക് ഉപയോഗപ്പെടുന്ന മറ്റൊന്നാണ് ഇവിടെ അടുത്തതായി നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. 3 മുതൽ 12 വരെയുള്ള ഈ ഭാഗത്തിന്, ഈ ഗ്രൂപ്പുകൾക്ക് വിളിക്കുന്ന പേരാണ് സംക്രമണ മൂലകങ്ങൾ എന്ന് മലയാളത്തിലും ഇംഗ്ലീഷിൽ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നും വിളിക്കുന്നു. ഓക്കെ, അതിൽ തന്നെ നമ്മളുടെ പ്രത്യേകത, അവർ ഗ്രൂപ്പിലും പീരീഡിലും ഒരേ സ്വഭാവം കാണിക്കും. കാരണം ഗ്രൂപ്പിലായാലും പീരീഡിലായാലും അവരുടെ അവസാന ഷെല്ലിലെ ഇലക്ട്രോണുകൾ തുല്യമാണ്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം, ഇവരെല്ലാവരും ലോഹങ്ങളാണ്. ഇവർ നിറമുള്ള സംയുക്തങ്ങൾ നൽകുന്നവരാണ്. ഇവർ ഇതുപോലെ തന്നെ അവരിൽ പറഞ്ഞു എല്ലാവരും ലോഹങ്ങളാണെന്ന് സാറ് പറഞ്ഞു. ഇവരുടെ ഉള്ളിലുള്ള മറ്റൊരു കാര്യമാണ്, ഇവരുടെ ഉള്ളിൽ നിന്നും ഇറങ്ങിപ്പോയവരാണ് ഈ താഴെ കാണുന്ന രണ്ടാളുകൾ. അവരിലൊന്ന് ലാന്തനോയിഡുകളും മറ്റൊന്ന് ആക്റ്റിനോയിഡുകളുമാണ്. ഓക്കെ, അതിനു മുമ്പ് ഈ പറയുന്ന ട്രാൻസിഷൻ എലമെന്റ് സംക്രമണ മൂലകങ്ങൾ തന്നെ പറ്റി പറയാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കാത്ത പോയിന്റാണ്. ഇവർ ഇലക്ട്രോൺ പൂരണം നടത്തുന്നത്, ഇലക്ട്രോൺ ഫില്ലിംഗ് ചെയ്യുന്നത്, അവസാനമായി ഇലക്ട്രോൺ കൊണ്ടുപോയിടുന്നത് പെനൽറ്റിമേറ്റ് ഷെല്ലിനാണ്. ഓർത്തു വെക്കുക, ബാഹ്യതമ ഷെല്ലിന് തൊട്ടുള്ളിലുള്ള ഷെല്ലിലാണ് എന്നുള്ളത് നിങ്ങൾ ഓർത്തു വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ആരെപ്പറ്റി സംസാരിക്കാം? അന്തഃസംക്രമണ മൂലകം, ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് അഥവാ ലാന്തനോയിഡ്സിനെയും ആക്റ്റിനോയിഡ്സിനെയും പറ്റി സംസാരിക്കാം. ലാന്തനോയിഡുകളും ആക്റ്റിനോയിഡുകളും എവിടെയാണ്? 6ാമത്തെ പീരീഡിലും 7ാമത്തെ പീരീഡിലും വരുന്ന ആളുകളാണ്. അവരാണ് ലാന്തനോയിഡുകളും ആക്റ്റിനോയിഡുകളും. ലന്താനം എന്ന മൂലകത്തിന് ശേഷം വരുന്ന 14ഓളം മൂലകങ്ങളാണ് ലാന്തനോയിഡ്സ് എങ്കിൽ ആക്ടീനിയം എന്ന് പറയുന്ന എലമെന്റിന് ശേഷം വരുന്നവരാണ് ആക്റ്റിനോയിഡ്സ് എന്ന് മക്കൾ പഠിച്ചു വെക്കുക. പീരീഡ് നമ്പർ ലാന്തനോയിഡ്സിൻ്റെത് 6, ആക്റ്റിനോയിഡ്സിൻ്റെത് 7. ഇനി അടുത്തതായി നമുക്ക് ഇവരെ പറ്റി പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ലാന്തനോയിഡ്സിനെ മാത്രം വിളിക്കുന്ന ഒരു പേരുണ്ട്, റയർ എർത്ത്. ലാന്തനോയിഡും ആക്റ്റിനോയിഡും കൂടെ വിളിക്കുന്ന പേരാണ് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ്, അന്തഃസംക്രമണവും മൂലകം എന്നെങ്കിൽ ലാന്തനോയിഡ്സിനെ മാത്രം വിളിക്കുന്ന പേര് റയർ എർത്ത് എന്ന് വിളിക്കാറുണ്ട്. ആക്റ്റിനോയിഡ്സിൽ യുറേനിയം കഴിഞ്ഞിട്ടുള്ള മൂലകങ്ങളൊക്കെ മാൻമെയ്ഡ് ആണ്, അഥവാ മനുഷ്യനിർമ്മിതമാണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു പീരിയോഡിക് ടേബിളിൻ്റെ ആകത്തുകയായി നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ളത്. ഈ ചാപ്റ്ററിൽ തന്നെ പ്രത്യേകതകൾ ചോദിക്കുന്ന ഇടങ്ങളിൽ നിങ്ങൾക്ക് വരാവുന്ന എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ പ്രത്യേകതകളെല്ലാം ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ടതില്ല. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അതിനുവേണ്ടി നിങ്ങൾക്ക് കഴിഞ്ഞ ലൈവുകളൊക്കെ എടുത്ത് കാണാം. വളരെ കൃത്യമായി ഞങ്ങളതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ മക്കളെ, അപ്പം മാരത്തോണിന്റെ കാര്യം മറക്കണ്ട. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഗ്രൂപ്പും പീരീഡും കണ്ടുപിടിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ, അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ആകൂല. നിങ്ങൾക്ക് ഗ്രൂപ്പ് കണ്ടെത്താൻ അറിയാം, പീരീഡ് കണ്ടെത്താൻ അറിയാം,
പക്ഷേ നിങ്ങൾക്ക് ആ രണ്ടും അറിഞ്ഞിട്ട് വരെ അതിൻ്റെ ചോദ്യം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ എത്രത്തോളം വിഷമമാവും മക്കളെ. സോ ആ പാറ്റേൺ എങ്ങനെയൊക്കെയാ വരുന്നത്, ആ ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് അറ്റൻഡ് ചെയ്യുന്നത്, അതൊക്കെ എങ്ങനെയാണ് ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു തരാനായിട്ട് നാളെ വൈകിട്ട് കൃത്യം 7:15 ഞങ്ങൾ വരുന്നുണ്ട്. സോ അവിടെ കാണാം. സൈനിങ് ഓഫ്.